കേരളോത്സവം തീം സോങ് റിലീസ് ചെയ്തു. ഏപ്രിൽ 8 മുതൽ 11 വരെ കോതമംഗലത്ത് നടക്കുന്ന കേരളോത്സവത്തിന്റെ തീം സോങ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രകാശനം ചെയ്തു. ഏപ്രിൽ 8 മുതൽ 11 വരെയാണ് കോതമംഗലത്ത് കേരളോത്സവം നടക്കുന്നത്. ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി പൊരുതണമെന്നും യുവാക്കൾ റീൽസുകളുടെ ലോകത്തു നിന്നും കളിസ്ഥലങ്ങളിലേക്ക് തിരിച്ചെത്തണമെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ജലവിഭവ വകുപ്പിന് സമീപകാല ആവശ്യങ്ങൾക്ക് ഉപകരിക്കാത്ത ഭൂമി അപേക്ഷ ലഭിച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾക്കോ കളിസ്ഥലങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരളോത്സവത്തിന്റെ തീം സോങ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രകാശനം ചെയ്തു. യുവത്വമുയരുമൊരുത്സവം സമത്വമുയരുമൊരുത്സവം യുവത്വമുയരുമൊരുത്സവം സമത്വമുയരുമൊരുത്സവം കലയുടെ കനൽ ഇടനെഞ്ചിനുള്ളിൽ കെടാതെ കാത്തു കഴിഞ്ഞവരെ കലാ കായിക രംഗത്തുള്ള ഏതാണ്ട് 8000-ത്തിലധികം പാർട്ടിസിപ്പൻസ് ഇതിൻ്റെ ഭാഗമായി കോതമംഗലത്ത് എത്തിച്ചേരും. സംസ്ഥാന തലത്തിലുള്ള കേരളോത്സവത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തുടക്കം കുറിക്കപ്പെടുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഏറെ സന്തോഷകരമാണ്. നമ്മുടെ യൂത്തിനെ ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്യുക, ലഹരിക്കെതിരെ വലിയ പോരാട്ടം നടത്തുക. നമുക്കിതിനെ എങ്ങനെ ചേർക്കാൻ പറ്റും? പോലീസും അതോടൊപ്പം തന്നെ നിരവധി എൻഫോഴ്സ്മെൻറ്റ് സിസ്റ്റം എല്ലാം ഓരോ ദിവസവും എത്ര കേസുകളാണ് പിടിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല, ജനങ്ങളിൽ നല്ല അവയർനെസ് കൊടുക്കാൻ കഴിയുന്ന പദ്ധതി പ്രവർത്തനങ്ങൾ നമുക്ക് സ്വമേധയെ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു ജനമായി കേരള ജനത മാറണം. നമ്മുടെ സമൂഹത്തെയും തലമുറകളെയും തന്നെ തീർത്ത് കളയാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കമാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. മുഖ്യമന്ത്രി അതിന് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചു. എല്ലാവരും അക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി മനസാക്ഷിപൂർവമായി നിൽക്കുന്ന സ്ഥിതിയാണ് കേരളത്തിൽ കാണുന്നത്. അതിന് ഏറ്റവും കൂടുതൽ ആവശ്യം ഈവനിങ് ടൈമുകളിൽ നമ്മുടെ ചെറുപ്പക്കാരെ എൻഗേജ് ചെയ്യാനായിട്ട് സാധിക്കും. അവരെ കളിക്കളത്തിലിറക്കുക, അവരെ പ്രോത്സാഹനജനകമായി വളർത്തിയെടുക്കാനുള്ള അവസരങ്ങൾ രൂപപ്പെടുത്തുക. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം സഭയിൽ ഞാൻ വ്യക്തമാക്കി, നമ്മുടെ ഇറിഗേഷൻ്റെ സ്ഥലം ഇപ്പോൾ ഉപയോഗിക്കാൻ ആവശ്യമില്ലാതെ നിൽക്കുന്നതാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് കളിക്കളത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ പഞ്ചായത്തിനോ ബ്ലോക്ക് പഞ്ചായത്തിനോ ജില്ലാ പഞ്ചായത്തിനോ മുനിസിപ്പാലിറ്റിക്കോ കോർപ്പറേഷനോ ഒക്കെ സാധിക്കുന്ന വിധത്തിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാണെന്ന് ഞാൻ വ്യക്തമാക്കുകയുണ്ടായി. സ്ഥലത്തിൻ്റെ കുറവുകൊണ്ട് ഇനി അത് സംഭവിക്കേണ്ട. തീം സോങ്ങിന്റെ രചന BK ഹരിനാരായണനും സംഗീതം ബിജിപാലുമാണ് നിർവഹിച്ചിരിക്കുന്നത്. യോഗത്തിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ KK ടോമി, KA ജോയ്, റോണി മാത്യു, റഷീദ സലീം, KA നൌഷാദ്, അൻവർ അലി, MK ഗോപി, മാർട്ടിൻ സണ്ണി, NC ചെറിയാൻ, പ്രജീഷ R തുടങ്ങിയവർ പങ്കെടുത്തു. കലയുടെ സാഹിതി തന്നുടെ കായിക മികവിൻ മത്സരമുത്സവം യുവത്വമുയരുമൊരുത്സവം സമത്വമുയരുമൊരുത്സവം. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.